എല്ലാ കൂട്ടുകാർക്കും എർക്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഫിറോസിക്കാന് ഇൻസ്പിറേഷൻ ആക്കിയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. രമണി എന്ന് പ്രകൃതി രമണി വേണമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് നടക്കുകയെന്ന് നിങ്ങൾ കണ്ടോ? ആ സാധനമെല്ലാം എന്താണ് സാധനം? എല്ലാ സാധനവും എല്ലാം ബാഗിലാക്കിയിട്ട് വിറക്, പിന്നെ അതും ചട്ടി വട്ടി ചിക്കൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഗൈസ് സ്ഥലമില്ല ഗൈസ്. ഇവിടെ നമുക്ക് പ്രകൃതി രമണി ആസ്വദിക്കാൻ ഒരു സ്ഥലമില്ല. ഇല്ലതെല്ലാം മൊത്തം കാടാണ്. വേണ്ട കാടാണ് അല്ല, ഓക്കെ, ഇതാണ് അവസ്ഥ. കാടാണ്, ചുറ്റും കാടാണ്, അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ. എന്തായാലും വീഡിയോ നമ്മൾ ചെയ്യും. എന്തായാലും നമ്മുടെ ഇർക്കിലീൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണല്ലേ. അത് ഇങ്ങനെയായി. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കൂല. എന്തായാലും നമ്മൾ ചെയ്യും അല്ലേ. നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ ചെയ്തിരിക്കും. എന്തായാലും വീഡിയോ ചെയ്യാൻ വീട്ടിൽ നിന്നെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. അതെന്തായാലും ചെയ്തിരിക്കും. എടുത്തോ ബാഗിലെടുത്തോ. ഇതിലാണ് മറ്റേ ചീനിച്ചട്ടിയിലുള്ളത് ബാഗിൽ. അതേപോലെ വിറക് കണ്ടോ, വിറകെല്ലാം എടുത്തിട്ട് സൈറ്റ് മുമ്പിൽ നടക്കുന്നുണ്ട്. അയ്യോ, സ്ഥലം നോക്കി ഈ ഫിറോസിക്കൽ എവിടുന്നാണോ ചെയ്യുന്നത് ഇത് ഒന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഫിറോസിക്കൽ എവിടുന്നാണോ ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടെത്തി. ഇവിടെ പ്രകൃതി രമണീയമായൊരു സ്ഥലം നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സൈറ്റ് ഇപ്പം അടുപ്പ് കൂട്ടാൻ വേണ്ടി കല്ലെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ 2 എണ്ണത്തിൽ വെച്ചാൽ പോരാടാ. ഇങ്ങനെ ബ്ലഡെല്ലാം ഉണ്ട്, അതെല്ലാം ശരിക്കും പോകണം. നമുക്കൊരു ചെറിയൊരു ഫിറോസ് ക്യാവലിൻ്റെ ശ്രമം നടത്തല്ല ചെയ്ത്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലാം പറ്റി നമുക്ക് തുടങ്ങാം. അപ്പം നല്ല വൃത്തിയിൽ ചിക്കൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി, ഏത് ചില്ലിയെന്നറിയില്ല, ഏതെങ്കിലും കാശ്മീരി ചില്ലി, കുറച്ച് നിറത്തിന് വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് അധികം നമുക്ക് നിറത്തിന് വേണ്ടിയിട്ട്, നമുക്ക് എരിവിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല കൊതുകുണ്ട്. നമുക്കെന്നാലും കൊതുകുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കളറിന് വേണ്ടി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് ഇതാക്കാം. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മളേതായ ഒരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞവന് വെക്കാനൊന്നും അറിയില്ല. എന്നാലും നമുക്ക് അല്ലേ, നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നല്ലോണം ഉണ്ടാവും. ഏതിൻ്റെ ഒന്ന് തിന്നു വിടുന്നു. ആകെ 2 പീസേ ഇല്ല. അതുകൊണ്ട് ഇനി നമുക്ക് എന്താ പറഞ്ഞാൽ കുറച്ച് കോൺഫ്ലവർ. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതെല്ലാം കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ മതി. ഓക്കെ, അവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതെല്ലാം മാരിനേഷൻ ചെയ്തിട്ട് ഇതെങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് വെക്കാം നമുക്ക് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോലെ. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്കിടാം. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിടാം. അടുപ്പ് വെച്ചട്ടെ.
ഇതേ ഒരു പാട്ടെടുക്ക്. നീ പാട്. നീ പാട്. എനിക്കാണ് ഇപ്പൊ പാടാൻ പറ്റിയ മൂഡ്. ഫൈത്ത് നല്ല പാട്ടുകാരനാണ്. നീയോ? നിന്റെ കൂടെയല്ലേ ഞാൻ ആദ്യം പാടിയത്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന്. ബാക്കി കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളമാപ്പുള്ളിയില മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു. മാങ്ങ പ്രായത്തിൽ എന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന്. നല്ല നല്ല മണം വരുന്നുണ്ട് ഗൈസ്. നല്ല ചിക്കൻ പൊരിച്ചതിൻ്റെ മണം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചിക്കൻ റെഡിയായി. ചിക്കൻ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടി എടുക്കാം. ഓക്കെ, ഇത് ക്യാമറയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അങ്ങനെ ചിക്കൻ ഫ്രൈ അല്ലേ, ചിക്കൻ പൊരിച്ചു. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ലൈറ്റുള്ള ആകെ ഇതായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ കാണുമോയെന്ന് അറിയില്ല. നല്ലതാണ്. നല്ല ചിക്കൻ നല്ല ഇതായിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ അല്ലേ, കഴിക്കാമല്ലേ? ഇതൊന്ന് ചീസ്. നല്ല മോശമായില്ല. അതാ നിങ്ങളുടെ ദിവസമുണ്ട്. ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. മസാലയും നന്നായിട്ട് പിടിച്ചു. മസാല അടിപൊളിയാണ്. ഉപ്പുണ്ട്, എരിവുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന നമ്മൾ പൊറോട്ട ഒന്നും വാങ്ങാൻ പറ്റി കഴിഞ്ഞു. നമ്മുടെ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഓക്കെ ബൈ. ഇതെല്ലാം അടിപൊളിയാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. ഇനി വരുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടൊരു ഐറ്റം കൊണ്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ 2-3 ആൾക്കാരുണ്ടാവും. ഇന്ന് ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.